ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ആരോഗ്യത്തിനും ജീവിത സുഖത്തിനുമായി പൗരാണിക ഭാരതം ലോകത്തിന് വരദാനമായി പകർന്നു നൽകിയ അറിവാണ് യോഗ. നഗരത്തിൽ വിവിധ സംഘടനകൾ നേതൃത്വം നൽകി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു. നിത്യജീവിതത്തിൽ യോഗ ഭാഗമാക്കണമെന്ന സന്ദേശമാണ് എങ്ങും ഉയർന്നത്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗയുടെ പ്രാധാന്യമുയർത്തി ജില്ലയിൽ വിവിധ പരിപാടികൾ. അപകടഭീതിയിൽ തൊണ്ടയാട്. നടുക്കം മാറാതെ ജനങ്ങൾ. അമിത വേഗതയുടെ അപകടങ്ങൾ പതിവാക്കിക്കൊണ്ട് ഡ്രൈവർമാർ. സ്ത്രീ ശാക്തീകരണം വിഷയമാക്കി ഒരു ഹ്രസ്വചിത്രം കൂടി. പെണ്ണൊരുത്തി കോഴിക്കോട് ഒരുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര യോഗ ദിനാചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിനാചരണ പരിപാടി നടന്നു. കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. തിരക്കേറിയ ജീവിതത്തിൽ യോഗയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് അന്താരാഷ്ട്ര യോഗ ദിനാചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനമായ ജൂൺ 21 കോഴിക്കോട് 3 വേദികളിലാണ് യോഗ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ UV ജോസ് യോഗ ദിനം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു വലിയ ഒത്തിരി ഗുണം ചെയ്യുമെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഇന്ന് എല്ലാവരും ഈ ഒരു വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എല്ലാവർക്കും ടെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ടെൻഷനുള്ള ലൈഫിൽ ഈ യോഗയ്ക്ക് വേണ്ടി കുറച്ച് സമയം അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും എല്ലാവരും ചെലവഴിക്കുന്നത് അവനവന് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 25 യോഗ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നുള്ള യോഗാ സാധകർ ഇവിടെ പങ്കെടുത്തു. കല്ലായി റോഡിലെ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയം, കണ്ടകുളം ജൂബിലി ഹാൾ എന്നിവിടങ്ങളിലെ യോഗാ പ്രദർശനത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ 100 സെന്ററുകളിൽ നിന്നായി പ്രമുഖരടക്കം 1000-ലധികം യോഗാ സാധകർ പങ്കെടുത്തു. ചടങ്ങിൽ സംഘാടക സമിതി അധ്യക്ഷൻ പട്ടേൽ പ്രഭാകരൻ യോഗ സന്ദേശം നൽകി. യോഗാചാര്യന്മാരായ വിജയരാഘവൻ, ഉണ്ണിരാമൻ, ശരത് കുമാർ, ഡോക്ടർ ആത്മാദേവ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘാടക സമിതി കൺവീനർ TP രാജൻ, ജനറൽ കൺവീനർ M ജയരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആർഷഭാരത സംസ്കാരം ലോകത്തിന് പ്രദാനം ചെയ്ത ശാസ്ത്രമാണ് യോഗ. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉത്തമ ഉപാധിയായും യോഗ മാറിയിരിക്കുന്നു. ജൂൺ 21 രാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നതോടനുബന്ധിച്ചാണ് ആയുഷ് വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല യോഗ ദിനാചരണ പരിപാടികൾ അതിവിപുലമായി ആഘോഷിച്ചത്. നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു.
അപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെ ശ്രദ്ധയൂന്നി മുഴുവൻ ഹൃദയസ്ഥമാക്കാൻ കഴിയുന്നതിന് നമുക്കൊരു ഏകാഗ്രത വേണം. ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ഗ്രഹിക്കാനും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ കഴിയുക. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന സമയത്ത് വളരെ അനിവാര്യമായ ഒന്നാണ് യോഗ പരിശീലനം. ISM DMO OK ഷെർലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രധാന അധ്യാപകൻ N മുരളി, ഹോമിയോ DMO കവിതാ പുരുഷോത്തമൻ, DAH DMO N ശ്രീകുമാർ, AMIA സംസ്ഥാന പ്രസിഡന്റ് മനോജ് കാളു, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ SN സൂരജ്, ഡോക്ടർ O ഷൈജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടികളോടനുബന്ധിച്ച് തുളസി, ശംഖുപുഷ്പം, തിരുതാളി, തെച്ചി, രാമച്ചം, ആടലോടകം, ഓരില തുടങ്ങി 44 തരം ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും നടന്നു. BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് വോട്ട് ചെയ്യില്ലെന്ന് JDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ MP. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. BJP പ്രഖ്യാപിച്ച രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ വോട്ട് ചെയ്യും. ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഇനിയുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് തീരുമാനിക്കും. ഈ കാര്യം ഞാൻ നിതീഷ് കുമാറിനോട് സംസാരിച്ചിരുന്നു. BJP മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് താങ്കൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം തൊണ്ടയാട് ജംഗ്ഷനിൽ നടന്ന ബസ് അപകടത്തിന് കാരണം അമിത വേഗതയെന്ന് പോലീസിന്റെ നിഗമനം. ബസിന്റെ ടയറുകൾ തേഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസെടുത്തു. സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് തെളിയും മുമ്പ് തൊണ്ടയാട് ജംഗ്ഷൻ മറികടക്കാൻ ചീറിപ്പാഞ്ഞ ബസ് സകല നിയന്ത്രണവും വിട്ടാണ് റോഡിൽ മറിഞ്ഞത്. എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കുതിക്കുകയായിരുന്ന സാൻഡ്രോ ബസ് ഡിവൈഡറും റോഡിന് നടുവിലെ തെരുവുവിളക്കും തകർത്ത് എതിർദിശയിലേക്കുള്ള വഴിയും മറികടന്ന് ഇടതുവശം ചേർന്നാണ് വീണത്. യാത്രക്കാരുടെ കൂട്ടനിലവിളിയിൽ പ്രദേശം വിറങ്ങലിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്നും മലാപ്പറമ്പ് നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ആ സമയം വാഹനങ്ങളൊന്നും എത്താതിരുന്നതിനാൽ വൻ ദുരന്തം വഴിമാറി. കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ചുവപ്പ് സിഗ്നലായതിനാൽ റോഡിൽ തിരക്കില്ലായിരുന്നു. കാൽനട യാത്രക്കാരും കുറവായിരുന്നു. ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന പോലീസുകാരനും ഏതാനും ചില വഴിയാത്രക്കാരുമായിരുന്നു ഈ സമയം റോഡിലുണ്ടായിരുന്നത്. ബസ് പാഞ്ഞു വരുന്നത് കണ്ട് എല്ലാവരും ഓടി. വലിയ ശബ്ദത്തോടെ ബസ് റോഡിലേക്ക് മറിഞ്ഞു. എതിർഭാഗത്തേക്ക് ബസ് വഴിമാറിയതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടത്തിൽ 28 പേർക്ക് പരിക്കുണ്ട്. ഒഴുകി വന്നിട്ട് ഫ്രണ്ട് വടിയും ബാക്ക് തിരിഞ്ഞു പോയത്. അതപ്പോൾ വണ്ടി ഈ പൊസിഷൻ വരാൻ കാരണം ഇവിടെ വണ്ടി കുറവായിരിക്കണ്ടേ അപകടം പറയാൻ കാരണം ഇതിന് വലിയ അപകടം ഉണ്ടാവുകയാണ്. വേറെ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല. ബസിന്റെ ബ്രേക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപകടത്തിന്റെ കാരണം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ സാധിക്കൂവെന്നും ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തതായും അധികൃതർ അറിയിച്ചു. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പോലീസ് നിഗമനം. ബസിന്റെ ടയറുകൾ തേഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ എഴുതി പ്രവേശനം കാത്തിരിക്കുന്നവർക്ക് സൗജന്യ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഗൈഡൻസ് പ്രോഗ്രാം ഒരുക്കുന്നു. ജൂൺ 24-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ കരിയർ ഗുരു MS ജലീലിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടക്കും. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ എഴുതി പ്രവേശനം കാത്തിരിക്കുന്നവർക്ക് സൗജന്യ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഗൈഡൻസ് പ്രോഗ്രാം ജൂൺ 24-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. എഞ്ചിനീയറിംഗ്, നീറ്റ്, എയിംസ്, ജിപ്മർ, ജിമെയ്റ്റ്, ജി അഡ്വാൻസ്ഡ് മുതലായ പ്രവേശന പരീക്ഷകൾ എഴുതി പ്രവേശന നടപടികൾ കാത്തിരിക്കുന്നവർക്കുള്ളതാണ് ഈ പ്രോഗ്രാം. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പഠന മേഖലകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആശങ്കകൾ ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കരിയർ ഗൈഡൻസ് രംഗത്തെ പ്രമുഖരായ കരിയർ ഗുരുവാണ്. വാർത്തകളിൽ ഒരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers.
റംസാൻ ഖാദിമേള കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 20% റിബേറ്റും 10% കിഴിവും. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥ. രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവേശനം. കരകൌശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, മൺപാത്രങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ. റംസാൻ ഖാദിമേള. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. അതല്ല, ഇതാ Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സ്ത്രീ ശാക്തീകരണം വിഷയമാക്കി നോളജ് ട്രീ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഹ്രസ്വചിത്രം പെണ്ണൊരുത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. പോലീസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് MR അനിത സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം വിഷയമാക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും കേരള സ്റ്റേറ്റ് വനിതാ വികസന കോർപ്പറേഷൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നോളജ് ട്രീ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഹ്രസ്വചിത്രം പെണ്ണൊരുത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് MR അനിത സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്ത്രീ ആരാലും സംരക്ഷിക്കപ്പെടേണ്ടവളല്ല, സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവരെല്ലാം അവർക്ക് വീണ്ടും പരിധികൾ നിശ്ചയിക്കുകയാണെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ സുധീ കൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ സിനിമ പറയുന്നത് ശാരീരിക പീഡനങ്ങളെ കുറിച്ചല്ല. മാനസികമായിട്ട് സ്ത്രീ എന്താ പറയുക, സ്വതന്ത്രയാക്കപ്പെടണം. അവൾക്ക് അവളുടെ ഇഷ്ടം പോലെ അവളുടെ വ്യക്തിത്വം കീപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ സ്ത്രീ സംരക്ഷകർ എന്ന് പറയുന്നൊരു വിഭാഗം മാനസികമായി സ്ത്രീയെ വെറുതെ വിടുന്നില്ല. സംരക്ഷണത്തിൻ്റെ പേരിൽ അവൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് കൊടുക്കണം. അത് കൊടുക്കരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ മാത്രം ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് സംരക്ഷണം പറയുന്നത്. കോഴിക്കോട് സബ് ജഡ്ജ് RL ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് സിറ്റീസ് പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS മുഖ്യാതിഥിയായിരുന്നു. പ്രസിദ്ധ സംവിധായകൻ ഷാജൂൺ കാര്യാൽ ആദ്യ ക്ലാപ്പ് അടിച്ചു. കോഴിക്കോട് DDE ഗിരീഷ് ചോലയിൽ വിഷയം അവതരിപ്പിച്ചു. TP സാറാമ, ഡോക്ടർ ലിൻസി, ഷാൻഡി സിനിയ, KU ബാബു, അസിസ്റ്റന്റ് കമ്മീഷണർ മൊയ്തീൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചിത്രത്തിന്റെ സംവിധായകൻ സുധീ കൃഷ്ണൻ സ്വാഗതവും നോളജ് ട്രീ ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി സുമാ പള്ളിപ്പുറം നന്ദിയും പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും കോർപ്പറേഷൻ ആദരിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും കോർപ്പറേഷൻ ആദരിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കേരളത്തിൽ തന്നെ അഭിമാനമായിട്ടുള്ള കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഭാഗ്യ ജയേഷ് സെന്റ് ജോസഫ്സ് ആംഗ്ലിക്കൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ാണ്. ആദ്യമായി SSLC പരീക്ഷയിൽ 23ാം തവണയിൽ 100% വിജയം കൈവരിച്ച് GGHSS കല്ലായി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ്റ്റിൽ, പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്, ഹയർ സെക്കൻഡറി സ്കൂൾ എലത്തൂർ, ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂൾ ചാലപ്പുറം, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ചാലപ്പുറം ഹയർ സെക്കൻഡറി മേഖലയിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂൾ മേഖലയിൽ 95% മേലെ വിജയം. SSLCക്ക് കോർപ്പറേഷൻ പരിധിയിൽ 91% വിജയം.
കോർപ്പറേഷൻ പരിധിയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 6 സ്കൂളുകൾക്കാണ് 100% നേട്ടം കൊയ്തത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 വിദ്യാലയങ്ങളും 100% വിജയം നേടി. 4 വിദ്യാർത്ഥികൾ 1200-ൽ 1200 മാർക്കും നേടി. ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PC രാജൻ അധ്യക്ഷം വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV ബാബുരാജ്, MC അനിൽകുമാർ, TV ലളിതപ്രഭ, അനിത രാജൻ, ആശാ ശശാങ്കൻ, കൗൺസിലർമാരായ C അബ്ദുറഹിമാൻ, നമ്പടി നാരായണൻ, P കിഷൻ ചന്ദ്, NP പത്മനാഭൻ, DPO M ജയകൃഷ്ണൻ, DD ഡോക്ടർ ഗിരീഷ് ചോലയിൽ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ, VP രാജീവൻ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ GSSലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ കൈകോർത്ത് ചുമർ ചിത്രങ്ങൾ തയ്യാറാക്കി. കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെയും ഭാഷാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന ലക്ഷ്യവുമായാണ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ചുമർ ചിത്രരചന സംഘടിപ്പിച്ചത്. പ്രശസ്ത കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക ജീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജീവൻ, അധ്യാപകരായ ജോബി ആൽബർട്ട്, രാജേഷ് PP, സുരേന്ദ്രൻ KK, ദിവ്യ K, അബ്ദുൾ വഹാബ്, റീന തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ഭാഷാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്ററും സാഹിത്യകാരനുമായ ബിജു കാവൽ നിർവഹിച്ചു. കാറ്റൊരു സ്വല്പം കൂടിപ്പോയാൽ പെരുവയറൻ പൊട്ടുന്നു. ബലൂൺ ആണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ അത് ശരിയാണ്. എപ്പോഴാണോ നിങ്ങളോട് തെറ്റിപ്പോകുന്നത് അപ്പൊ ഞാൻ നിർത്തും കേട്ടോ. അന്നേരം ഞാൻ നിർത്തും. DHM അബ്ബാസ് മാസ്റ്റർ, സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി രാജേഷ്, സ്മിത തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അംഗപരിമിതർക്ക് കൃത്രിമകാലുമായി CNE. ജില്ലയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന കൂട്ടായ്മയുടെ ഈ പുതിയ പദ്ധതിക്ക് ചെയർമാൻ ശ്രീജിത്ത് അരങ്ങാടത്ത്, കൺവീനർ EV മധുസൂദനൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി രൂപീകരിച്ച ജീവകാരുണ്യ, സാമൂഹ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ, പ്രകൃതി സംരക്ഷണ രംഗത്തെ കൂട്ടായ്മയാണ് കമ്പാഷൻ നെവർ എൻഡ്സ് എന്ന CNE. ജില്ലയിൽ ഇതിനകം ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഇത്. അസുഖം മൂലമോ അപകടത്തിൽപ്പെട്ടോ കാലുകൾ മുറിക്കേണ്ടി വന്നവർക്ക് ജയ്പൂർ കൃത്രിമ കാലുകൾ വെച്ചുകൊടുക്കുക എന്ന ബൃഹത് പദ്ധതി നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയാണ് CNE. CNEയിലെ പ്രവാസികളായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ശ്രീജിത്ത് കുമാർ അരങ്ങാടത്ത് ചെയർമാനായും ER മധുസൂദനൻ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. 10-ലധികം അപേക്ഷകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. അവ സൂക്ഷ്മ പരിശോധന നടത്തി ആശുപത്രി അധികൃതർക്ക് കൈമാറി മുൻഗണനാ അടിസ്ഥാനത്തിൽ ജയ്പൂരിലെത്തിച്ച് കാൽവെച്ചുകൊടുത്ത് ഉപയോഗിക്കുന്നതിന് പരിശീലനം നടത്തിയതിനു ശേഷം ഇവിടെ എത്തിച്ചു കൊടുക്കും. ഇത് തീർത്തും സൗജന്യമായി അർഹതപ്പെട്ടവർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9544 975555 എന്ന നമ്പറിലോ 9645020850 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സംഗമത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രവാസി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും പ്രവാസി സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വളരെ പ്രതിസന്ധി നടന്ന ഒരു ഘട്ടമാണ് നമ്മുടെ രാജ്യം പൊതുവിൽ നേരിടുന്നത്, പ്രവാസികൾ പ്രത്യേകിച്ചും നേരിടുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഏത് പ്രശ്നങ്ങളും വലിയ രൂപത്തിൽ ബാധിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്നറിയാം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് മലയാളികളെ കാണാം, മലയാളികളില്ലാത്ത ഒരു പ്രദേശമില്ല. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ ബാധിക്കരുത്. ഇപ്പൊ ഖത്തർ, ഗൾഫ് മേഖലകളിൽ ഉണ്ടായ പ്രതിസന്ധി വലിയ രൂപത്തിലുള്ള ആശങ്കയും പ്രയാസവുമാണ് ഉയർത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. കേരള പ്രവാസി സംഘം പ്രസിഡന്റ് മഞ്ഞക്കുളം നാരായണൻ, സെക്രട്ടറി CV ഇക്ബാൽ, ട്രഷറർ M സുരേന്ദ്രൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PK കബീർ സലാല, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ M ജവഹർ, പ്രോഗ്രാം കമ്മിറ്റി ട്രഷറർ പേരോത്ത് പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ബേപ്പൂർ ചെറുവണ്ണൂർ BC റോഡിന് ആവശ്യമായ ഭൂമിയുടെ അതിർത്തി നിർണയ നടപടി ആരംഭിച്ചു. ഏറ്റെടുക്കുന്ന അതിർത്തിയിൽ സർവേ കല്ല് നാട്ടൽ കർമ്മം VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു.
4 വരി പാതയാക്കി വികസിപ്പിക്കുന്ന ബേപ്പൂർ ചെറുവണ്ണൂർ BC റോഡിന് ആവശ്യമായ ഭൂമിയുടെ അതിർത്തി നിർണയ നടപടി ആരംഭിച്ചു. കോഴിക്കോട് അർബൻ ഏരിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗം റോഡ് അലൈൻമെന്റ് മാർക്ക് ചെയ്താണ് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത്. BC റോഡിന് നേരത്തെ തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം 24 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കാനാണ് പദ്ധതി. മൊത്തം 75 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് മാത്രം 30 കോടിയോളം രൂപ ആവശ്യമായി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. റോഡ് വികസനത്തിന് നേരത്തെ സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി ആവശ്യമായ ഫണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കാനാണ് ഉദ്ദേശമെന്ന് VKC മുഹമ്മദ് കോയ MLA പറഞ്ഞു. നിലവിൽ 4 മീറ്റർ വീതിയിലുള്ള ടാർ റോഡ് 15 മീറ്ററാക്കി വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൊത്തം 2.8 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൌൺസിലർമാരായ PP ബീരാൻകോയ, നെല്ലിക്കോട്ട് സതീഷ് കുമാർ, തോട്ടപ്പായിൽ അനിൽകുമാർ, മരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിനുകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ G ബിജു, ഓവർസിയർ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർമാരായ P ഗിരീഷ് കുമാർ, PM രാജീവ്, സർവേയർ PS നിഷ, BC റോഡ് വികസന സമിതി ചെയർമാൻ TK അബ്ദുൽ ഗഫൂർ, കൺവീനർ KV ശിവദാസൻ, കരുവള്ളി ശശി, V ആലി, P പുരുഷു തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. റംസാൻ ഖാദിമേള കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 20% റിബേറ്റും 10% കിഴിവും. സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥ. രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവേശനം. കരകൌശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, മൺപാത്രങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ. റംസാൻ ഖാദിമേള. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. റംസാനെ വരവേൽക്കാൻ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്ത വിവിധ സംഘടനകൾ. പയ്യാനക്കൽ ക്രസന്റ് റിലീഫ് കമ്മിറ്റിയും മാത്തോട്ടം റിലീഫ് ഫ്രണ്ട്സുമാണ് റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്ത് സജീവമായത്. റംസാനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന 2000 കുടുംബങ്ങൾക്ക് പയ്യാനക്കൽ ക്രസന്റ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. 250 പേർക്ക് വസ്ത്രവും നൽകി. STU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PM അനീഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ NA റസാഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് SSLC ഹയർ സെക്കൻഡറി വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം KK അബ്ദുറഹ്മാൻ നിർവഹിച്ചു. MP ഇമ്പിച്ചമദ്, NPM കോയ, A അബ്ദുള്ള കോയ, KP ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാത്തോട്ടം റിലീഫ് ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശവാസികൾക്ക് അരി വിതരണം ചെയ്തു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് V നവാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. റംസാൻ ആഘോഷങ്ങൾക്ക് ആശ്വാസം പകർന്ന 1000ഓളം പേർക്കാണ് അരി വിതരണം നടത്തിയത്. T ഉർമീസ്, VK അസൻ കോയ, TT ബഷീർ, അഹമ്മദ്, P പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടന്നു. ജനറൽ വിഭാഗത്തിലേക്ക് അനിൽകുമാർ AM, ഉദയഭാനു A, കിഷോർ K, ജയബാബു P, വിശ്വനാഥൻ KV, വനിതാ വിഭാഗത്തിലേക്ക് ജാൻസി KV, പ്രഭ P, വിലാസിനി P, SC/ST വിഭാഗത്തിലേക്ക് പ്രബീഷ് M തുടങ്ങിയവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സിറ്റി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ GST പഠന ക്ലാസ് നടന്നു. വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഫിറോസ് കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സിറ്റി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ GST പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ വർത്തക മണ്ഡലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ് കോഴിക്കോട് വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഫിറോസ് കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു.
IB ഇന്റലിജൻസ് ഓഫീസർ കെ കൃഷ്ണകുമാർ ക്ലാസ്സിൽ GST കുറിച്ച് വിശദീകരണവും സംശയങ്ങൾക്ക് മറുപടിയും നൽകി. അങ്ങനെയുള്ള ഡിഫക്ട്സ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കുകയാണെങ്കിൽ ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ അടയ്ക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ സെറ്റിൽഡ് ആണ്. ഇനി ടെക്നിക്കൽ ഡിഫക്ട്സിനൊന്നും പെനാൽറ്റിയില്ല. ആക്ടൊന്നും അങ്ങനെയല്ല തന്നെ. സപ്ലൈയുടെ സമയവും മൂല്യവും ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് GSTയുടെ കീഴിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വർഗീകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിശദീകരണം നൽകിയത്. സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ME അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അസോസിയേഷൻ രക്ഷാധികാരികളായ ഷെവലിയർ CE ചാക്കുണ്ണി, KP സുധാകരൻ, മുൻ പ്രസിഡന്റ് EP ഹാരിസ്, അസോസിയേഷൻ ഭാരവാഹികളായ ഉല്ലാസൻ, MN ബാബു, CK ജോഷി പോൾ, സൈനോൺ C, സതീഷ് കുമാർ MK, സാംസൺ CG തുടങ്ങിയവരും നിരവധി വ്യാപാരി വ്യവസായികളും ടാക്സ് കൺസൾട്ടന്റുമാരും ഇതര സംഘടനാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ മൊയ്തീൻ കോയ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ സർദാർ പുരസ്കാരം CK നാണു MLAക്ക്. പുരസ്കാര സമർപ്പണം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ മൊയ്തീൻ കോയ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ സർദാർ പുരസ്കാരം CK നാണു MLAക്ക് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ സമ്മാനിച്ചു. നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ പോലും പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് ചേരിയുടേതുൾപ്പെടെയുള്ള ഐക്യം അനിവാര്യമാണെന്ന് സ്പീക്കർ പറഞ്ഞു. സംസ്കാരത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ദൗർഭാഗ്യകരമായ കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളായ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന മനസ്സാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ശിഥിലീകരണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ആദർശത്തിൽ ഉറച്ചുനിന്ന നിരവധി നേതാക്കൾ രാജ്യത്തുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന വ്യക്തിത്വമാണ് CK നാണു എന്നും സ്പീക്കർ പറഞ്ഞു. പക്ഷേ CK നാണുവായിട്ട് നൽകുന്ന ഈ അംഗീകാരം അദ്ദേഹത്തിന് നൽകുന്ന ഒരു അംഗീകാരം മാത്രമല്ല, ഇവിടെ കാലം ആവശ്യപ്പെടുന്ന അതിശക്തമായ ഒരു സോഷ്യലിസ്റ്റ് കൂട്ടായ്മയുടെ ആവശ്യകതയിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. കുരിച്ചിറ CSCO ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. സമിതി ജനറൽ സെക്രട്ടറി PT ആസാദ് അധ്യക്ഷനായിരുന്നു. MK മുനീർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, മുക്കം മുഹമ്മദ്, ഡോക്ടർ K മൊയ്തു, K ലോഹ്യ, P കിഷൻചന്ദ്, MK പ്രേംനാഥ്, PM മുസമിൽ, R ജയന്ത്കുമാർ, അനുസ്മരണ സമിതി കൺവീനർ EV ഉസ്മാൻ കോയ, KP അബൂബക്കർ എന്നിവർ സംസാരിച്ചു. റെഡ്മി നോട്ട് 4 സ്മാർട്ട് ഫോൺ ബുക്ക് ചെയ്തവർക്കുള്ള വിതരണോദ്ഘാടനം 3G ഡിജിറ്റൽ വേൾഡിൽ നടന്നു. 3G ഡിജിറ്റൽ വേൾഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വഴി മാത്രം ലഭിച്ചിരുന്ന പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമിയുടെ റെഡ്മി നോട്ട് 4 ഫോണിന്റെ വിതരണോദ്ഘാടനം 3G ഡിജിറ്റൽ വേൾഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി നിർവഹിച്ചു. മാവൂരുടെ ലാൻഡ്ഷിപ്പ് മാൾ ഷോറൂമിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. 3G ഡിജിറ്റൽ വേൾഡ് ഷോറൂമുകളിൽ കൂടി മുൻകൂട്ടി ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്കാണ് ഫോണുകൾ കൈമാറിയത്. 3G ഓപ്പറേഷൻസ് ജനറൽ മാനേജർ നദീർ CKV, കേരള ഹെഡ് മുഹമ്മദ് ജയ്സൽ, AGM ഫിറോസ് KK, നോർത്ത് കേരള സോണൽ മാനേജർ സിജോ ജെയിംസ്, TM മുഹമ്മദ് ഫയാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി മുതൽ 3Gയുടെ തെരഞ്ഞെടുത്ത ഷോറൂമുകളിൽ റെഡ്മി നോട്ട് 4 സ്പോട്ട് ഡെലിവറി ലഭിക്കുന്നതാണ്. ഓൺലൈൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന റെഡ്മി നോട്ട് 4ന്റെ 3264GB ഫോണുകളും റെഡ്മി A മോഡലുമാണ് 3G ഷോറൂമുകൾ വഴി ലഭിക്കുന്നത്. ഷവോമിയുടെ മറ്റ് പ്രമുഖ സ്മാർട്ട് ഫോണുകളും ഉടൻ ഷോറൂമിൽ ലഭ്യമാകും. മികച്ച ഫിനാൻസ് സൗകര്യങ്ങളാണ് 3G ഫോണുകൾ വാങ്ങുന്നവർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-123-2006 എന്ന ടോൾ ഫ്രീ നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗയുടെ പ്രാധാന്യമുയർത്തി ജില്ലയിൽ വിവിധ പരിപാടികൾ. അപകടഭീതിയിൽ തൊണ്ടയാട്, നടുക്കം മാറാതെ ജനങ്ങൾ. അമിത വേഗതയുടെ അപകടങ്ങൾ പതിവാക്കിക്കൊണ്ട് ഡ്രൈവർമാർ. സ്ത്രീ ശാക്തീകരണം വിഷയമാക്കി ഒരു ഹ്രസ്വചിത്രം കൂടി. പെണ്ണൊരുത്തി കോഴിക്കോട് ഒരുങ്ങുന്നു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.